ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കാണുന്നൊരു സാധനമാണ് കേട്ടോ ബുക്ക് മാർക്ക്. പക്ഷേ വരയ്ക്കാൻ അറിയാത്തവരും കുറേ പെയിൻ്റ് അടിക്കാൻ അറിയാത്തവരൊക്കെ എങ്ങനെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിയായില്ല, വിചാരിച്ചതുപോലെ ഇത് വന്നില്ല. അപ്പോൾ നമുക്കതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് പറ്റുന്നത് പോലെയുള്ള ഒരു ബട്ടർഫ്ലൈനെയും ഒരു ചെറിയ പൂക്കളൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പൂക്കളും ഒരു ചിത്രശലഭത്തിനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ കളറും അങ്ങോട്ട് അടിച്ചു കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കൂടെ ഒരു ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈറ്റ് കളർ പുറത്തോട്ട് തള്ളിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്ന ഭാഗത്തൂടെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നീളത്തിലുള്ള പേപ്പേഴ്സ് കിട്ടുക. എന്നിട്ട് ഓരോന്നെടുത്തിട്ട് നമുക്ക് നടുവിൽ കൂടെ ഒന്നും കൂടി ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം മടക്കിയെടുക്കാം. അങ്ങനെ എല്ലാം മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കളർ അടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഫ്ലവറും പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്, പക്ഷേ വട്ടല്ല. എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈനെയും കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ മടക്കി വെച്ച പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തുമ്പ് ഒന്നും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ആ മടക്കിയ പോർഷനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബട്ടർഫ്ലൈയുടെയും നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പീസും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വെച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി എടുക്കണം. മടക്കുക, പശതേക്ക ഒട്ടിക്കുക, മടക്കുക, പശതേക്ക ഒട്ടിക്കുക, മടക്കുക, പശതേക്ക ഒട്ടിക്കുക. അങ്ങനെ സെയിം പ്രോസസ്സിൽ നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.